ഈ നാവികസേനയുടെ അതിവിദഗ്ധരായിട്ടുള്ള ഡൈവിംഗ് സംഘം കൊച്ചിയിൽ നിന്ന് തലസ്ഥാനത്തേക്ക് തിരിക്കുന്നുണ്ട്. ഈ മാലിന്യം മാറ്റിയാൽ മാത്രമാണോ ഇവർക്കും ഇതിലേക്ക് ഇറങ്ങിയുള്ള തെരച്ചിൽ നടത്താൻ സാധിക്കുക എന്നുള്ളതാണ്. ഇവരെത്തുമ്പോഴത്തേനും ഇപ്പം ലേറ്റ് ആവുകയാണെങ്കിൽ, കാലാവസ്ഥയും മോശമാണെങ്കിൽ അതും ഒരു തടസ്സമാകില്ലേ? ധന്യ, അങ്ങനെ തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അവർ വരുന്നതിന് മുമ്പ് ഇവിടെയുള്ള ഇത്രയും മാലിന്യമൊക്കെ മാറ്റി തീർക്കാൻ സാധിക്കുമോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും മാറ്റി തീർക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് പറയുന്നത്. കാരണം അത്രത്തോളം മാലിന്യമാണ് ധന്യ ഈ ഒരു ടണലിനകത്ത് അടിഞ്ഞുകൂടിയിരിക്കുന്നത്. നമ്മൾ ഈ പുറത്ത് കാണാൻ കഴിയുന്ന ഭാഗം, അതായത് ഈ തോട് തുടങ്ങുന്ന ഈ ജോയിക്ക് അപകടം സംഭവിച്ച ഭാഗത്തും അതിന്റെ മറുഭാഗവും നമ്മൾ കുറച്ച് സമയം മുമ്പ് ഒക്കെ തന്നെയും കണ്ടതാണ്, ഇന്നലെയും ഒക്കെ ദൃശ്യങ്ങളിൽ കണ്ടതാണ്. അപ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, ഈ രണ്ട് ഭാഗത്ത് പ്രധാനമായി അപകടം നടന്ന ഭാഗത്ത് അടിഞ്ഞുകൂടിയിരുന്ന മാലിന്യം നീക്കാൻ ഏതാണ്ട് 24 മണിക്കൂറിലധികം സമയമാണ് നമ്മൾക്ക് വേണ്ടി വന്നത്. അപ്പോൾ തന്നെ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ, ഈ ടണലിനുള്ളിൽ കയറി ഈ മാലിന്യം എടുത്തു മാറ്റുക എത്രത്തോളം ദുഷ്കരമാണെന്ന്. പ്രത്യേകിച്ച് ഈ ടണലിനുള്ളിലൊന്നും തന്നെ വർഷങ്ങളായിട്ട് അല്ലെങ്കിൽ അതിനകത്തൊക്കെ കയറി ഒരു ഈ മാലിന്യം നീക്കൽ നടന്നിട്ടുണ്ടോ എന്ന് പോലും നമ്മൾക്ക് അറിയില്ല എന്നാണ് ഏറ്റവും പ്രധാനമായി പറയാനുള്ളത്. അപ്പോൾ അത്തരത്തിൽ വർഷങ്ങളായി ഇങ്ങനെ അടിഞ്ഞു കൂടിയിരിക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യമൊക്കെ അതിനകത്തിരുന്ന് ഏതാണ്ട് കല്ല് പോലെ ആയിരിക്കുകയാണ്. അത് വലിച്ചെടുത്ത് കളയുക എന്ന് പറയുമ്പോൾ സൂപ്പർസെക്ക മിഷൻ വരുന്നുണ്ട്, അതിന്റെ ഒരു പ്രവർത്തനത്തിൽ എല്ലാവരും തന്നെ പൂർണ്ണമായും പ്രതീക്ഷ വെക്കുന്നുണ്ട്. പക്ഷേ എങ്കിൽ പോലും അതിനൊക്കെ എത്രത്തോളം ഒരു പരിധിയുണ്ട് എന്നുള്ളത് വളരെ നമ്മൾ ആശങ്കയോടെ തന്നെ നോക്കിക്കാണേണ്ട കാര്യമാണ്. ഏതാണ്ട് 28 മണിക്കൂർ ഇപ്പോൾ പിന്നിടുകയാണ്. ഇന്നലെ രാവിലെ 10 മണിക്കായിരുന്നു മരായിപ്പുട്ടം സ്വദേശിയായ ജോയി എന്ന് പറയുന്ന വ്യക്തി, 47കാരനായിരുന്നു അദ്ദേഹം, ഇത്തരത്തിൽ ഈ റെയിൽവേയുടെ സൈഡിലുള്ള ആമയിഴഞ്ചാൻ തോട്ടിലെ മാലിന്യം വൃത്തിയാക്കാൻ വരുന്നതിനിടയിൽ ഇത്തരത്തിലൊരു അപകടത്തിൽപ്പെട്ടിരിക്കുന്നത്. ഈ അപകടത്തിൽ പെടാനുണ്ടായ കാരണം തന്നെ ഈ പറഞ്ഞതുപോലെ മാലിന്യമാണ്. മാലിന്യം നീക്കാൻ വന്നപ്പോൾ, ഇവിടെയുള്ള മനുഷ്യർ വലിച്ചെറിഞ്ഞ മാലിന്യം നീക്കാൻ വന്നപ്പോഴാണ് അദ്ദേഹം അപകടത്തിൽപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ്. തന്നെ നമുക്ക് ആ തോടിന്റെ കരയിലേക്കൊന്ന് പോകാൻ പോലും കഴിയില്ല, അത്രയും ദുർഗന്ധം വമിക്കുന്ന ഒരു തോടാണ്. ആ തോട്ടിലൊക്കെ ഇറങ്ങി മാലിന്യം എടുത്ത് കളയുക എന്ന് പറയുമ്പോൾ ആ മനുഷ്യരുടെയൊക്കെ ഒരു ബുദ്ധിമുട്ട്, കഷ്ടപ്പാടൊക്കെ തന്നെ നമുക്ക് ഊഹിക്കാവുന്നതാണ്. അത്രയും ബുദ്ധിമുട്ടുള്ള മനുഷ്യർ മാത്രമായിരിക്കും, അല്ലെങ്കിൽ അത്രയും ഒരു ദയനീയമായ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ആളുകൾക്ക് മാത്രമായിരിക്കും അതിലിറങ്ങി ഒരു പണി ചെയ്യേണ്ട ഒരു അവസ്ഥ വരുന്നത് എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിലൊരു അവസ്ഥയിലൂടെ കടന്നു പോയത് കൊണ്ടാണ് വെറും 1500 രൂപ മാത്രമായിരുന്നു അദ്ദേഹത്തിന് ദിവസ ശമ്പളം കിട്ടിയിരുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഒരു 1500 രൂപയ്ക്ക് വേണ്ടിയാണ് അദ്ദേഹം ഇത്തരത്തിൽ ഈ ചവറ് വാരാനായി ഈ ദുർഗന്ധം വമിക്കുന്ന തോട്ടിലേക്ക് ഇറങ്ങിയത്. അപ്പോഴാണ് അദ്ദേഹത്തിന് ഈ ഒരു അപകടം ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ 28 മണിക്കൂർ പിന്നിടുകയാണ്. ഇപ്പോഴും ഒരു ജീവന്റെ തുടിപ്പ് അതിനുള്ളിലുണ്ടോ എന്ന് കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് ഇവിടെ നമുക്ക് ഈ സ്കൂബ ഡൈവിംഗ് ടീം അംഗങ്ങളെയൊക്കെ തന്നെയും കാണാം. അവർ സ്വന്തം ജീവൻ പണയം വെച്ച് ഇതിനുള്ളിലേക്ക് ഇറങ്ങിയ ഒരു ജീവന് വേണ്ടി നോക്കുന്നത്. ഇനി എവിടെയെങ്കിലും ഈ പറഞ്ഞതുപോലെ ഒരു ജീവന്റെ അംശം ബാക്കിയുണ്ടെങ്കിൽ അത് എടുത്തുയർത്തിക്കൊണ്ട് വരാനുള്ള ശ്രമമാണ്. കുറച്ച് സമയം മുമ്പ് നമ്മൾ ഈ സ്കൂബ ടീം അംഗങ്ങളോടൊക്കെ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞൊരു കാര്യമുണ്ട്. ഞാൻ അവരോട് ചോദിക്കുകയായിരുന്നു, നിങ്ങൾ മടുത്തില്ലേ, ഇന്നലെ മുതൽ വന്നതല്ലേ, നിങ്ങൾക്ക് ഇത്തരത്തിൽ ഈ ചെളിവെള്ളത്തിൽ ഇറങ്ങി നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ട്, ആരോഗ്യപരമായ പ്രശ്നങ്ങൾ, എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഈ ഫയർഫോഴ്സ് അംഗങ്ങൾ പറഞ്ഞൊരു കാര്യമുണ്ട്, എന്തായാലും ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ അത് കണ്ടെടുത്തിട്ടേ ഞങ്ങൾ പോവുകയുള്ളൂ, മറ്റ് ആരോഗ്യപരമായ പ്രശ്നങ്ങളൊന്നും തന്നെ ഞങ്ങൾ നോക്കുന്നില്ല, ഇത് എത്ര നേരം കഴിഞ്ഞാലും ഈ ഒരു ദൗത്യത്തിന്റെ ഭാഗമായി നിന്നുകൊണ്ട് അത് വിജയകരമാക്കിയിട്ടേ ഞങ്ങൾ ഇവിടുന്ന് പോകുകയുള്ളൂ എന്നാണ് ധന്യ പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ മനുഷ്യർക്കൊക്കെ ഒരു സല്യൂട്ട് നൽകാതെ നമുക്ക് ഇതൊന്നും പറയാതെ നമുക്ക് കടന്നു പോകാൻ സാധിക്കില്ല. ഒരു രക്ഷാ ദൗത്യമാണ് നടക്കുന്നത്. നമ്മൾ വളരെ നേരമായി തിരച്ചിൽ നടത്തുകയാണ്. പക്ഷെ അതിനൊക്കെ അപ്പുറത്തേക്ക് ഈ മനുഷ്യരുടെ കഷ്ടപ്പാട് കൂടി നമ്മൾ അടയാളപ്പെടുത്തി പോകണമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഇവിടെ റിപ്പോർട്ട് ചെയ്യാൻ പോലും നിൽക്കാൻ കഴിയാത്ത ഒരു അവസ്ഥയാണുള്ളത്. നമുക്ക് ഭക്ഷണത്തിന്റെയൊക്കെ മുൻപിൽ പോയി ഇരിക്കുമ്പോൾ എന്തൊക്കെയോ ബുദ്ധിമുട്ട് തോന്നുന്ന തരത്തിലേക്ക് അത്രയും ദുർഗന്ധം വമിക്കുന്ന ഒരു അവസ്ഥയാണ് ഇവിടെയുള്ള. അതിനകത്താണ് ഇവരിറങ്ങി ഈ കഴിഞ്ഞ 28 മണിക്കൂറായി തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന. കഴിയുന്നത്ര എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ചുകൊണ്ട് തിരച്ചിൽ നടത്തുകയാണ്. കേരളം ഇതിനു മുമ്പ് ഒരു റോബോട്ടിക് സംവിധാനമൊക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള തിരച്ചിലൊക്കെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. ഇപ്പോൾ NDRF സംഘമെത്തി, ഫയർഫോഴ്സ് സംഘമുണ്ട്, സ്കൂബ സംഘമുണ്ട്, അതുപോലെ തന്നെ വൈകിട്ടോടെ നേവിയുടെ സംഘമെത്തുന്നു. അങ്ങനെ കഴിയുന്നത്ര എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ചുകൊണ്ട് ഓരോ മണിക്കൂറും ഓരോ മിനിറ്റും അത്രത്തോളം വിലപ്പെട്ടതാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ രക്ഷാ ദൗത്യം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നിലവിൽ ഇപ്പോൾ ഇവിടെ മഴ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ചെറിയ രീതിയിലാണെങ്കിൽ പോലും മഴ പെയ്യുകയാണ്. അന്തരീക്ഷം നല്ല രീതിയിൽ മേഘാവൃതമാണ്. അതുകൊണ്ട് വരും മണിക്കൂറുകളിലും കൂടുതലായി മഴ പെയ്യാനുള്ള ഒരു സാധ്യത തന്നെയാണ് കാണുന്നത്. അങ്ങനെയാണെങ്കിൽ
ഇപ്പോൾ ഉള്ള ഈ ഒരു രക്ഷാപ്രവർത്തനം വളരെ ദ്രുതഗതിയിൽ തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു തിരച്ചിൽ വളരെ ദ്രുതഗതിയിൽ തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിലേക്ക് എത്രത്തോളം ബാധിക്കുമെന്നുള്ള ഒരു ആശങ്ക കൂടിയുണ്ട്. അത് മാത്രവുമല്ല, ഈ 117 മീറ്റർ ടണൽ, നമ്മൾ ഈ നേരെയുള്ള 117 മീറ്റർ ടണൽ പരിശോധിച്ച് കഴിയുമ്പോഴും അതിനുള്ളിൽ ജോയി ഇല്ല എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഈ സബ് ടണലുകളിലേക്കൊക്കെ തന്നെയും പരിശോധന വ്യാപിപ്പിക്കേണ്ടതായി വരും. അത് എത്ര മീറ്റർ ഉണ്ട്, എത്ര നേരം എടുത്താലായിരിക്കും നമുക്ക് അവിടെയൊക്കെ പരിശോധിച്ച് തീരുക എന്നൊക്കെ ചോദിച്ചാൽ വളരെ വലിയ ചോദ്യങ്ങൾ, വളരെ വലിയ പ്രതിസന്ധികൾ തന്നെയാണ് ധന്യ നമുക്ക് മുൻപിലുള്ളത്. അങ്ങനെ ഒന്നും ഉണ്ടാകാതിരിക്കട്ടെ, അതിനു മുമ്പ് തന്നെ അദ്ദേഹത്തെ കണ്ടെത്തുവാൻ സാധിക്കട്ടെ എന്ന് തന്നെയാണ് ഇവിടെ നിൽക്കുന്ന ഓരോ മനുഷ്യരുടെയും പ്രാർത്ഥന. ഈ സംഭവം ഉണ്ടായപ്പോൾ മുതൽ ഇവിടെ നിൽക്കുന്ന പല മാധ്യമ പ്രവർത്തകരടക്കം പല ആളുകളും ഇന്നലെ മുതൽക്ക് തന്നെ ഇവിടെ ഉണ്ടായിരുന്നതാണ്. ആ നിമിഷം മുതൽ നമ്മളൊക്കെയും നമ്മുടെയൊക്കെ മുൻപിലുള്ള ഒരു പ്രാർത്ഥന എന്ന് പറയുന്നത് എത്രയും പെട്ടെന്ന് അദ്ദേഹത്തെ കണ്ടെത്തുവാൻ സാധിക്കണേ എന്ന് തന്നെയാണ്. ഒരു ജീവന്റെ ഒരു തുടിപ്പെങ്കിലും